إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا إما يبلغن عندك الكبر أحدهما أو كلاهما فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആൻ പരാമർശിച്ച സംഗതികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നിനോടനുബന്ധിച്ച് മറ്റൊന്ന് ചേർത്ത് ആ രണ്ടുമില്ലാതെ രണ്ടു കാര്യങ്ങളും പൂർത്തിയാകാത്ത നിലയിൽ അല്ലാഹു അവതരിപ്പിച്ച മൂന്ന് സംഗതികളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. മൂന്ന് കാര്യങ്ങൾ അല്ലാഹു ഖുർആനിലൂടെ പ്രഖ്യാപിച്ചപ്പോൾ ഒന്നൊന്നിനോട് ചേർത്തുകൊണ്ടാണ് പറഞ്ഞത്. മൊത്തം അത് 6 സംഗതികളുണ്ട്. ഈ 6 സംഗതികൾ നിലനിൽക്കണമെങ്കിൽ 6ഉം ഉണ്ടായിരിക്കണം. ഈ
ഈ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നു. ഒന്നില്ലാതെ ഒന്ന് ശരിയാകാത്ത നിലയിൽ. അതിൽ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു സംഗതിയാണ് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ. ഖുർആനിൽ ഒരുപാട് തവണ നമുക്കത് കാണാൻ സാധിക്കും. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. ഒരാൾ പറയാണ് ഞാൻ അള്ളാഹിനെ അനുസരിക്കും, അള്ളാഹിന്റെ റസൂലിനെ അനുസരിക്കൂല എന്ന് പറഞ്ഞാൽ ആദ്യത്തത് നിലനിൽക്കുകയില്ല. അള്ളാഹുവിനെ അനുസരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. കാരണം അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നവൻ ഫഖദ് അതാ അല്ലാഹ്, അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത്. ഇത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞത് കാണാം. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. വിശുദ്ധ ഖുർആൻ ഇതേ രൂപത്തിൽ പറഞ്ഞ രണ്ടാമത്തെ സംഗതി അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കുകയും വേണം. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ 2 സംഗതികൾ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല എന്നതുപോലെ അഖീമുസ്സലാത്ത വ ആത്തുസ് സക്കാ, നിങ്ങൾ നമസ്കരിക്കണം, സക്കാത്ത് കൊടുക്കുകയും വേണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സക്കാത്ത് കൊടുക്കാൻ അർഹതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. സക്കാത്ത് നൽകാത്ത നമസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ഒരാൾ സക്കാത്ത് കൊടുക്കാൻ യോഗ്യനാണ്, പക്ഷെ അയാൾ സക്കാത്ത് കൊടുക്കൂല, നിസ്കരിക്കും എങ്കിൽ പിന്നെ അയാളുടെ നമസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. ഇത് രണ്ടും അള്ളാഹു ചേർത്ത് പറഞ്ഞ ഒരു സംഗതിയാണ്. മൂന്നാമത് അള്ളാഹു ഖുർആനിൽ ചേർത്ത് പറഞ്ഞ ഒരു സംഗതി അനിഷ്കുർലി വലിവാലിദൈക്, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. അള്ളാഹു പറയുകയാണ് എന്നോട് നിങ്ങൾ നന്ദി കാണിക്കണം. എന്നോട് മാത്രം പോരാ, വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി കാണിക്കണം. ഒരാൾ പറയാണ് ഞാൻ അള്ളാഹിനോട് നന്ദി കാണിക്കും, പക്ഷേ എന്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ അവന് സാധിക്കുകയില്ല. വളരെ ഗൗരവത്തോടെ വന്യ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അള്ളാഹുവിനോട് നാം നന്ദി കാണിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഉപ്പയോടും ഉമ്മയോടും നമ്മൾ നന്ദി കാണിച്ചിരിക്കണം. നമ്മുടെ ഉപ്പയോട് ഉമ്മയോട് നന്ദി കാണിക്കാതെ അള്ളാഹുവിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാൻ നമുക്ക് സാധിക്കും. വളരെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. വലിയൊരു ഉത്തരവാദിത്വം. ഈ ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന ആളുകളും മരണപ്പെട്ടു പോയ ആളുകളും അവരുടെ ഉപ്പയെയും ഉമ്മയെയും വളരെ വലിയ ബാധ്യതയുള്ളവരായി തന്നെ മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ധാരാളം മക്കൾ ഈ ഖുത്ബ കേൾക്കുന്നുണ്ട്. വെക്കേഷൻ ടൈമിൽ ഈ പള്ളിയിൽ കൂടിയ ഒരുപാട് ചെറിയ മക്കൾ, ആ മക്കൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ പരീക്ഷണം നിങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണ്. അതിന് തുല്യമായ ഒന്ന് അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവിൽ തന്നിട്ടില്ല. നിങ്ങളുടെ ഉമ്മയുടെ സ്നേഹത്തിന് തുല്യമായ ഒന്ന്, നിങ്ങളുടെ ഉമ്മക്ക് തുല്യമായ ഒന്ന്, നിങ്ങളുടെ ഉപ്പക്ക് തുല്യമായ ഒന്ന് അല്ലാഹു നിങ്ങൾക്ക് ലോകത്ത് തന്നിട്ടില്ല. നിങ്ങൾക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും, എന്തെല്ലാം നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും, നിങ്ങളുടെ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണ്. ഇത് വളരെ വ്യക്തമായി മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൗതിക ലോകത്ത് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ നിഅമത്ത്, നമുക്ക് നൽകിയ അനുഗ്രഹം, ആ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പലയിടങ്ങളിലായി നമ്മോട് പറഞ്ഞത്, നമ്മുടെ ബാധ്യതയെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചത്. അതിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു ഭാഗമാണ് നാം കേട്ടത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു
സൂറത്തുൽ ഇസ്രായിലൂടെ പ്രഖ്യാപിച്ച സംഗതി എന്താ റബ്ബ് പറഞ്ഞത്? വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. നിന്റെ റബ്ബിന്റെ തീരുമാനം അല്ലാഹുവിന്റെ കൽപ്പനയാണ്, അല്ലാഹുവിന്റെ വിധിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കുകയാണ്. റബ്ബിന്റെ വിധിയിൽ ഒന്നാമത്തത് അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. നീ അവനെയല്ലാതെ, നിന്റെ റബ്ബിനെയല്ലാതെ ആരാധിക്കാൻ പാടില്ല. അല്ലാഹുവിനെ മാത്രം നീ ആരാധിക്കണം, അല്ലാഹുവിന് മാത്രം നീ ഇബാദത്ത് ചെയ്യണം. നിന്റെ ആരാധനകളും നിന്റെ നേർച്ചകളും നിന്റെ പ്രാർത്ഥനകളും ആരാധനയുടെ സർവമാന ഭാവങ്ങളും ലോകരക്ഷിതാവായ റബ്ബിന് മാത്രം നീ നൽകണം എന്ന് നിന്റെ റബ്ബ് വിധിച്ചിരിക്കുകയാണ്. അതോട് ചേർത്തുകൊണ്ടല്ല പറയുകയാണ് വബിൽ വാലിദൈനി ഇഹ്സാനാ. നിന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നതും നിന്റെ റബ്ബിന്റെ തീരുമാനമാണ്, അവന്റെ വിധിയാണ്. അള്ളാഹുവിന്റെ ഖളാ ആണ്, അവന്റെ തീരുമാനമാണ്, അവന്റെ വിധിയാണ്. അവനെ മാത്രം ആരാധിക്കുന്നതോടൊപ്പം വബിൽ വാലിദൈനി ഇഹ്സാനാ, ഞാൻ തൗഹീദിന്റെ ആളാണ്, ഞാൻ മുവഹ്ഹിദാണ്, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടാനാണ് എന്ന് പറഞ്ഞു വെറുതെ നടന്നാൽ പോരാ. നീ മുവഹ്ഹിദാണെങ്കിൽ, നീ തൗഹീദുള്ളവനാണെങ്കിൽ, നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച ബോധമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ നീ തൃപ്തനാണെങ്കിൽ, അവനെ മാത്രം ആരാധിച്ചുകൊണ്ട് നീ കഴിയുന്നവനാണെങ്കിൽ, നിന്റെ മേലുള്ള രണ്ടാമത്തെ ബാധ്യത വബിൽ വാലിദൈനി ഇഹ്സാനാ, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. നിന്റെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം. ഏത് ഘട്ടത്തിൽ? അവർക്ക് ആരോഗ്യമുള്ള ഘട്ടത്തിൽ, അതുപോലെ അവർക്ക് സമ്പത്തുള്ള ഘട്ടത്തിൽ, അവർക്കെല്ലാ പ്രതാപവുമുള്ള ഘട്ടത്തിൽ. അപ്പോൾ മാത്രമല്ല, നേരെ മറിച്ച് നിനക്ക് അവരെ ഭാരമായി തോന്നുന്ന ഒരു സന്ദർഭമുണ്ട്. ഏതാണ് ആ സന്ദർഭം? ഇമ്മാ യബ്ലഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്. നിന്റെ ഉപ്പയുടെ ചോരയും നീരും വറ്റി, നിന്റെ ഉമ്മയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് ചുക്കിച്ചുളുങ്ങി വില്ലുപോലെ വളഞ്ഞ് എഴുന്നേക്കാൻ കഴിയാതെ നിന്റെ ഉപ്പയും ഉമ്മയും നിന്റെ അടുക്കലെത്തിയാൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്, ഛേ എന്ന് പോലും അവരോട് നീ പറയരുത്. ഛേ എന്ന് പോലും അവരോട് നീ പറയരുത്. ഒരു വെറുപ്പുണ്ടാക്കുന്ന വാക്കുപോലും നിന്റെ ഉപ്പയോടും ഉമ്മയോടും പറയരുത്. ആ രണ്ടുപേരിൽ ഒരാളെയായിരിക്കും ഒരു പക്ഷേ നിനക്ക് കിട്ടിയിട്ടുണ്ടാവുക. വാർദ്ധക്യത്തിൽ എത്തി നിനക്ക് കിട്ടിയതൊക്കെ ഉപ്പയാകാം, ഉമ്മയാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെയും ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടാകാം. ആ രൂപത്തിൽ ഉപ്പയെയോ ഉമ്മയെയോ അല്ലെങ്കിൽ രണ്ടുപേരെയോ നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന വാക്ക് പോകുന്നവരോട് നീ പറയരുത്. വലാ തൻഹറുമാ, അവരോട് നീ കയർത്തു സംസാരിക്കരുത്. നിന്റെ ഉപ്പയോട് കയർക്കാൻ നീ ആളായിട്ടില്ല, നിന്റെ ഉമ്മയെ ശകാരിക്കാൻ നീ ആളായിട്ടില്ല. ഖുർആൻ പറയാണ് വലാ തൻഹറുമാ, ഒരിക്കലും അവരോട് നീ കയർത്തു സംസാരിക്കരുത്. നേരെ മറിച്ച് വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, ഏറ്റവും മാന്യമായ സംസാരം നീ സംസാരിക്കേണ്ടത് നിന്റെ ഉപ്പയോടും ഉമ്മയോടുമാണ്. മാന്യമായി സംസാരിക്കാൻ പാടുള്ളൂ. മൗലവിയോടല്ല, ഉപ്പയോടാദ്യം മാന്യമായി സംസാരിച്ചു പഠിക്കും. മന്ത്രിയോടല്ല, ഉമ്മയോടാദ്യം മാന്യമായി സംസാരിക്കുന്നത്. നീ ദുനിയാവിൽ ഏറ്റവും ബഹുമാനത്തോടെ ഏറ്റവും ആദരവോടെ സംസാരിക്കേണ്ടത് നിന്റെ ഉപ്പയോടും ഉമ്മയോടുമാണ്. അള്ളാഹുവിന്റെ തീരുമാനമാണ്. മാറ്റിമറിച്ചവൻ അള്ളാഹുവിന്റെ ഭയാനകമായ ശിക്ഷക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപോലെ പാത്രീഭൂതമാകുമെന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷ നൽകുന്ന സംഗതികളിൽ ഒന്നാണ് മാതാപിതാക്കൾക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത്. ദുനിയാവിൽ അല്ല വിടൂല എന്നാ പറഞ്ഞത്. പരലോകത്ത് വേറെ ശിക്ഷ അതല്ല, ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് തന്നെ അള്ളാഹു ശിക്ഷിക്കുന്ന ഒരു സംഗതിയാണ് ഉപ്പ ഉമ്മ. അവരോട് ഏതെങ്കിലും നിലക്ക് അന്യായമായി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ നീ പ്രതീക്ഷിച്ചു അള്ളാഹുവിന്റെ ആദാബിനെ, അള്ളാഹുവിന്റെ ശിക്ഷയെ. വഖുല്ലഹുമാ ഖൗലൻ കരീമൻ, മാന്യമായിട്ടല്ലാതെ നിന്റെ ഉപ്പയോടും ഉമ്മയോടും നീ സംസാരിക്കാൻ പാടില്ല. അവരോട് ബഹുമാനത്തോടെ അല്ലാതെ നീ സംസാരിക്കാൻ പാടില്ല. അവരെക്കാൾ മുകളിൽ നീ ഒരിക്കലും എത്തൂല. നിന്റെ ഉപ്പയും ഉമ്മയും വളരെ അങ്ങേയറ്റം ദുർബലരായ, അങ്ങേയറ്റം ക്ഷീണിച്ചവരായ, ആരോഗ്യം നഷ്ടപ്പെട്ടവരായ ഒരു അവസ്ഥയിലാണ്. നീയോ വലിയൊരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക, വലിയ സമ്പന്നനാണെന്ന് വിചാരിക്കുക. ഇല്ല, നിന്റെ ഉപ്പയുടെ ദറജക്കപ്പുറത്തേക്ക്, ഉമ്മയുടെ സ്ഥാനത്തിനപ്പുറത്തേക്ക് നീ പോവുകയില്ല. അതുകൊണ്ട് മാന്യമായി അവരോട് സംസാരിക്കണം. വഖ്ഫിർ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, വഖ്ഫിർ ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ,
കാരുണ്യത്തിന്റെ ചിറകുകൾ വളരെ താഴ്മയോടെ നീ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുക്കണം. അവരുടെ മുന്നിൽ നീ ഒന്നുമല്ല, അവർക്ക് വേണ്ടി നീ താഴ്ന്നു കൊടുക്കണം, താഴ്ത്തിക്കൊടുക്കണം. നീ പറയാൻ പാടില്ല, ഞാൻ എന്റെ മാതാപിതാക്കൾക്ക് ഒരുപാട് ചെയ്തു, ഞാനിതാ കഷ്ടപ്പെട്ടു, ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്, ആരും ഇവരെയൊന്നും ഏറ്റെടുക്കാനില്ല എന്ന് ചോദിക്കാൻ തന്നെ പാടില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിന്റെ ഉത്തരവാദിത്വം തീരുമോ? ഇല്ലല്ലോ. നേരെ മറിച്ച് നിന്റെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി നീ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്ന് അല്ലാഹുവേ, എന്റെ ഉപ്പയും ഉമ്മയും എന്റെ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചു, അവരെന്നോട് കരുണ കാണിച്ചത് കൊണ്ടാണ് ഞാനിതാ ഇന്ന് ഇങ്ങനെ നിൽക്കുന്നത്, ഇന്ന് ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഇവിടെ വന്നിരിക്കുന്നത്, നിങ്ങൾ ജോലിക്ക് പോകുന്നത്. എന്റെ ഉമ്മ എന്നോട് കാണിച്ച കാരുണ്യമാണ്, എന്റെ ഉപ്പ എന്നോട് കാണിച്ച കാരുണ്യമാണ്. അതുകൊണ്ട് റബ്ബേ, എന്റെ ചെറുപ്പത്തിൽ ഞാൻ ഓടി നടന്ന് കളിച്ചുകൊണ്ട് ഒന്നും അറിയാതെ ജീവിച്ച സമയത്ത് എന്റെ ഉപ്പ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഉറക്കവളക്കുകയാണ്. ആ രൂപത്തിൽ പ്രയാസം സഹിച്ചിട്ട്, ബുദ്ധിമുട്ട് സഹിച്ചിട്ട് എന്റെ ഉപ്പയും ഉമ്മയും എന്നെ വളർത്തി, എന്നോട് കരുണ കാണിച്ചു റബ്ബേ. അതുപോലെ നീ അവരോട് കരുണ കാണിക്കണേ, അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് കൽപ്പിക്കുകയാണ്, റബ്ബ് നമ്മോട് കൽപ്പിക്കുകയാണ്. സഹോദരങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം, വലിയൊരു പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ഉപ്പയെ നമ്മളെ കൊണ്ടൊന്ന് പരീക്ഷിച്ചു, ഉമ്മയെയും അല്ലാഹു നമ്മളെ കൊണ്ട് പരീക്ഷിച്ചു, അല്ലേ? ആ ഉമ്മയുടെ വയറ്റിൽ അല്ലാഹു നമ്മെ നിക്ഷേപിച്ച അവസ്ഥ ഖുർആൻ അത് പറയുന്നുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായി നമ്മോട് സൂചിപ്പിക്കുന്നത്, മറന്നുപോകരുത്. നമ്മുടെ ഉമ്മയെ ഒരിക്കലും മറക്കരുത് ഖുർആൻ പറയുന്നത്. നമ്മുടെ മാതാവിനെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ഖുർആൻ പറയുന്നത് വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി, മനുഷ്യർക്ക് അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഞാനിതാ വസിയ്യത്ത് നൽകുകയാണ്. എന്താണ് വസിയ്യത്ത്? മാതാപിതാക്കളുടെ കാര്യത്തിൽ വസിയ്യത്ത് എന്താണ്? ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ, അവന്റെ മാതാപിതാക്കൾ, അവന്റെ ഉമ്മ, ഹമലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? ഉമ്മയൊന്ന് നോക്കിയിരുന്നിട്ടുണ്ടോ കുറച്ചു നേരം? എത്ര ദുർബലയാണ്, എത്ര പ്രയാസം സഹിച്ച് ജീവിക്കുന്നവരാണ് അവർ, നമ്മുടെ ഉമ്മ. ആ ദുർബലയായ ആ സ്ത്രീ, ഹമലത്തുഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. വഹനൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം പേറി. നിന്റെ ഭാര്യ അവൾ പ്രഗ്നന്റാന്നറിഞ്ഞ് ഗർഭം ചുമന്നപ്പോ അവള് കാണുമ്പോൾ നിനക്ക് സങ്കടം തോന്നിയല്ലേ, പ്രയാസം തോന്നിയല്ലേ? ഒന്ന് നേരെ നിവർന്ന് കിടക്കാൻ പോലും കഴിയാതെ മാസങ്ങളോളം നിന്റെ ഭാര്യ കഷ്ടപ്പെടുന്ന കണ്ടപ്പോൾ നിന്റെ മനസ്സിന് വേദന തോന്നിയല്ലേ? നമ്മുടെ കുഞ്ഞിനെ പോലെ നമ്മുടെ ഭാര്യ എഴുന്നേറ്റ് നിൽക്കാൻ, നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത് കണ്ടപ്പോ നമുക്ക് പ്രയാസം തോന്നിയല്ലേ? എങ്കിൽ നിന്റെ ഭാര്യ അനുഭവിച്ച വേദന നിന്റെ കാര്യത്തിൽ നിന്റെ ഉമ്മ അനുഭവിച്ചിട്ടുണ്ട്. ആ ഉമ്മയോട് നിനക്കൊരു ദയ തോന്നിയോ? ആ ഉമ്മയോട് നിനക്കൊരു കാരുണ്യം തോന്നിയോ? ആ ഉമ്മയോടൊരു സ്നേഹം തോന്നിയോ? റബ്ബേ, എന്നെ കൊണ്ട് എന്റെ ഉമ്മ ഇതിനേക്കാൾ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. ഇന്നൊരുപാട് സംവിധാനങ്ങളുണ്ട്, നമ്മുടെ ഭാര്യമാർ അനുഭവിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ, അവരുടെ അടുക്കളയിലെ സംവിധാനങ്ങൾ, അലക്കാനുള്ള സംവിധാനങ്ങൾ, വെള്ളത്തിനുള്ള സംവിധാനങ്ങൾ. ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ, കിലോമീറ്ററുകൾ നടന്നുപോയി വെള്ളം കൊണ്ടുവന്ന കാലഘട്ടത്തിൽ വയറ്റിൽ എന്നെയും പേറി എന്റെ ഉമ്മ ഇടുപ്പിൽ വെള്ളക്കുടവുമായി നടന്നു നീങ്ങിയ അവസ്ഥ ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? വയറ്റിൽ എന്റെ ഉമ്മ എന്നെ ചുമന്നിട്ട് എന്റെ ഉപ്പക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി, പ്രയാസം സഹിച്ച് അമ്മിക്കല്ലെടുത്ത് ആഞ്ഞരച്ച് കറിയുണ്ടാക്കി ഭക്ഷണം വിളമ്പി, അതേ അണുകുടുംബമല്ലാത്ത 10ഓളം വരുന്ന കുടുംബങ്ങൾ, അംഗങ്ങളുള്ള കുടുംബങ്ങളിൽ താമസിച്ച എന്റെ ഉമ്മ, അവർ പ്രയാസം സഹിച്ച്, ദുരിതം സഹിച്ച്, വയറ്റിൽ ചുമന്ന് ഭക്ഷണം പാകം ചെയ്ത്, എല്ലാ വേദനകളും സ്വയം കടിച്ചിറക്കി, എല്ലാ നൊമ്പരങ്ങളും കടിച്ചിറക്കി, എല്ലാ പ്രയാസങ്ങളും സ്വന്തം മനസ്സാക്ഷിയോട് പറഞ്ഞ് ഇതെല്ലാം എന്റെ കുഞ്ഞിനു വേണ്ടിയാണ്, എനിക്കൊരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടിയാണ് എന്ന് അവർ സ്വയം പറഞ്ഞ് സമാധാനിച്ച് പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ച് ഉമ്മ ഗർഭം ചുമന്നു എന്നല്ല പറയാൻ. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. നിനക്ക് വേണ്ടി ലോകത്താരാണ് ആ വേദന സഹിച്ചത്? പറ.
നിനക്ക് വേണ്ടി ആരാണ് ലോകത്ത് ആ ദുഃഖം സഹിച്ചത്? നിനക്ക് വേണ്ടി ആരാണ് ആ പ്രയാസം ലോകത്ത് വേറെ സഹിച്ചത്? പറയാൻ കഴിയോ? നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി നൊമ്പരം അനുഭവിച്ചത്രയും വേറെ ആര് നിനക്ക് വേണ്ടി ഈ ലോകത്ത് നൊമ്പരം അനുഭവിച്ചു, പ്രയാസം അനുഭവിച്ചു? ഒരുത്തരുമില്ല, ഒരാളുമില്ല. ആ സ്ത്രീ, പാവം സ്ത്രീ വയറ്റിൽ ചുമന്നു. എത്ര മല്ലനാണെങ്കിലും ആലോചിച്ച് നോക്കൂ, 2 കിലോ ഭാരമുള്ള ഒരു കട്ടി അവന്റെ കയ്യിൽ കൊടുത്തു നോക്കൂ. എന്നിട്ട് അതുമായി നടക്കാൻ പറ. എത്ര മണിക്കൂർ അയാൾ നടക്കും? ആ വലതു കൈയിൽ ആ ഭാരം ചുമന്ന് എത്ര വലിയ ജിംനാസ്റ്റിക് ആണെങ്കിലും ആ 2 കിലോ ഭാരം ചുമന്ന് എത്ര ദിവസം, എത്ര മണിക്കൂർ അയാൾ നടക്കും? കുറെ കഴിയുമ്പോൾ അയാളുടെ തോളിൽ വേദനിക്കും, മുട്ടലിൽ വേദനിക്കും, അയാളുടെ കൈപ്പത്തി വേദനിക്കും, അയാൾ കൈമാറ്റി പിടിക്കും. അല്ലേ? അയാൾ വലതു കൈയിൽ നിന്ന് ഇടതു കൈയിലേക്ക് മാറ്റിപ്പിടിക്കും. കുറച്ച് കഴിയുമ്പോഴോ വലതു കൈയിലേക്ക് മാറ്റിപ്പിടിക്കും. എന്നാൽ നിന്റെ ഭാരം വയറ്റിൽ ചുമന്ന് നിന്റെ ഉമ്മ നടന്നു. മാറ്റിവെക്കാൻ പറ്റുമായിരുന്നോ? ഇല്ല. കിടക്കുമ്പോഴും നീ ഭാരമായി, നടക്കുമ്പോഴും നീ ഭാരമായി, ഇരിക്കുമ്പോഴും നീ ഭാരമായി, എന്ത് ചെയ്യുമ്പോഴും നീ ഭാരമായി. എന്നിട്ട് ഹമലതുഹു ഉമ്മുഹു വഹ്റൻ അലാ വഹ്ൻ, ദുർബലതയ്ക്കുമേൽ ദുർബലതയായി ആ ഉമ്മ നിന്നെയും വഹിച്ചുകൊണ്ട് നടന്നു. എന്നിട്ട് പ്രസവവേദന സഹിച്ച്, ദുനിയാവിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അസഹനീയമായ വേദന, നിന്റെ ശരീരത്തിൽ 20 എല്ലുകൾ ഒരു സമയത്ത് ഒന്നിച്ചൊടിഞ്ഞാൽ നിനക്കെത്ര വേദനയുണ്ടോ അതിനേക്കാൾ വേദനയാണ് പ്രസവിക്കുന്ന ഒരു സ്ത്രീ സഹിക്കുന്നത് എന്നാണ്. നിന്റെ ശരീരത്തിലെ 20 അസ്ഥികൾ ഒരു സമയത്ത് ഒന്നിച്ചൊടിഞ്ഞാൽ നിനക്കുണ്ടാകുന്ന വേദന, അല്ലേ? കാലം നുളുക്കിയപ്പോ, കൈയൊന്ന് തിരിഞ്ഞപ്പോ, കൈയിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ടായപ്പോ, എല്ലിന് പൊട്ടലുണ്ടായപ്പോ വേദനിച്ചല്ലേ? വിഷമിച്ചല്ലേ? വേദനയുണ്ടായല്ലേ? നൊമ്പരമുണ്ടായല്ലേ? എങ്കിൽ നിന്റെ 20 അസ്ഥികൾ ഒരുപോലൊടിഞ്ഞാൽ നിനക്കെത്ര വേദനിക്കുമോ അതിനേക്കാൾ വേദന നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ചു ആ പ്രസവ സമയത്ത്. എന്നിട്ട് നിന്നെ ശമിച്ചോ? നിന്നെ ശമിച്ചോവർ? ഈ ഭാരം ഞാൻ ചുമന്നല്ലോ എന്ന് പറഞ്ഞോ? ആ വേദനയിൽ വാവിട്ട് നിലവിളിക്കുമ്പോൾ അവർ നിന്നെ ശപിച്ചോ? ശപിച്ചില്ല. അവർ കൊതിച്ചു. എന്തിന്? നിന്റെ മുഖമൊന്ന് കാണാൻ, നീ എങ്ങനെ ഇരിക്കുമെന്ന് കാണാൻ, ആണാണോ പെണ്ണാണോ എന്നറിയാൻ, എന്റെ കുഞ്ഞെങ്ങനെ എന്നറിയാൻ. ആ വേദനയ്ക്കിടയിലും അവർ ആഗ്രഹിച്ചു. ആ വേദനയ്ക്ക് ശേഷം നീ പുറത്തേക്ക് വന്നപ്പോൾ അവർ വാരിയെടുത്ത് നിന്നെ ചുംബിച്ചു. മനസ്സിലാക്കണം, നിന്റെ ഉമ്മ. വേറെ ആര് നിനക്ക് ആ സ്നേഹം തന്നു? ഈ ലോകത്ത് വേറെ ആര് നിനക്ക് ആ സ്നേഹം തന്നു? വേറെ ആര് നിനക്ക് ഈ രൂപത്തിൽ ഈ ഒരു സംഭാവന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ദുരിതം ആര് സഹിച്ചു? ഒരാളും മാന്യ സഹോദരങ്ങളെ സഹിച്ചിട്ടില്ല, ഒരാളും സഹിച്ചിട്ടില്ല. നമ്മുടെ ഉമ്മയോളം വേറൊരാളും ദുനിയാവിൽ നമുക്ക് നമ്മുടെ ഇടപാടുകളിൽ ഉണ്ടാവുകയില്ല. ലോകത്താരെല്ലാം നിന്നെ വെറുത്താലും, കുട്ടികൾ മനസ്സിലാക്കണം, വളർന്നു വരുന്ന ടീനേജ് മനസ്സിലാക്കണം, കൗമാരക്കാര് മനസ്സിലാക്കണം, വേറെ ലോകത്താര് നിങ്ങളെ വഞ്ചിച്ചാലും നിങ്ങളുടെ ഉമ്മ നിങ്ങളെ വഞ്ചിക്കില്ല. ലോകത്താര് നിങ്ങളെ വെറുത്താലും നിങ്ങളുടെ ഉമ്മ നിങ്ങളെ വെറുക്കൂല. അതാണ് ഉമ്മ. അങ്ങനെ ഒന്ന് ലോകത്തുണ്ടെന്ന് പറയാൻ നിന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ, വേറൊരാളുമില്ല. മനസ്സിലാക്കണം നമ്മൾ. ഒരുപക്ഷേ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പലരും പല കോലത്തിലുണ്ടാവും. സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ ഏറെയും കുറഞ്ഞിരിക്കും ആളുകളുടെ പെരുമാറ്റത്തിൽ. പക്ഷേ സ്നേഹമില്ലാത്തൊരുമ്മ ലോകത്തില്ല, സ്നേഹം കൊടുക്കാത്തൊരുമ്മ ലോകത്തില്ല. ആ കൽബ് നിറയെ, ഹൃദയം നിറയെ നിന്നോട് സ്നേഹം സൂക്ഷിച്ച ഒരേ ഒരു വ്യക്തി നിന്റെ ഉമ്മയാണ് എന്ന് മാന്യ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഉമ്മ ഗർഭം ചുമന്നു നൊന്ത് പ്രസവിച്ചു. വഫിസാലുഹു ഫീ ആമൈൻ. പെറ്റതിന് ശേഷം അവരുടെ കഷ്ടപ്പാട് തീർന്നോ? ഇല്ല. വഫിസാലുഹു ഫീ ആമൈൻ. നിന്നെ മാറിടത്തിൽ നിന്ന് വേർപെടുത്താൻ 2 കൊല്ലം വേണ്ടി വന്നു. മാറിടത്തിൽ നിന്ന് നിന്നെ ഒന്ന് വേർപെടുത്താൻ 2 കൊല്ലം വേണ്ടി വന്നു എന്നാണ്. അതിനെ എടുത്ത് ആ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റുവാൻ, വിശപ്പ് മാറ്റുവാൻ, ദാഹമടക്കുവാൻ സ്വന്തം രക്തത്തെ നീരാക്കി മുലപ്പാലാക്കി നിന്റെ നാവിലേക്ക് നുകർന്നു തന്നു. നീ കുടിച്ചു വളർന്നത് നിന്റെ ഉമ്മയുടെ രക്തമാണ്. നീ കുടിച്ചു വളർന്നത് നിന്റെ ഉമ്മയുടെ രക്തമാണ്. ആ രക്തമൂറ്റി അവർ നിന്നെ കൂട്ടിത്തന്നു നിന്റെ ഉമ്മ. ലോകത്താരാണ് നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു ത്യാഗം സഹിച്ചത്? നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി സഹിച്ച ത്യാഗം ലോകത്താരാണ് നിനക്ക് വേണ്ടി സഹിച്ചത്? രക്തമൂറ്റിയിട്ട് നിനക്ക് അന്നം തന്ന നിന്റെ ഉമ്മ. ബാധ്യത തീരുമോ മാന്യ സഹോദരങ്ങളെ? നന്ദി കാണിച്ച് തീരുമോ മാന്യ സഹോദരങ്ങളെ? അവരോടുള്ള ബാധ്യത,
അവരോടുള്ള നമ്മുടെ മാനസികമായ ഇടപെടൽ, അവർ മരിക്കുന്നത് വരെ അവരുടെ കീഴിൽ ഒരു ഭൃത്യനായി, ഒരടിമയായി അവരെ സേവിച്ചാൽ അവരോടുള്ള ബാധ്യത തീരും എന്ന് മാന്യ സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ, ആലോചിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പൂർവസൂരികളായ ആളുകൾ, മുൻഗാമികളായ ആളുകൾ അവർ മനസ്സിലാക്കി. മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയാൻ, ഷഹീദ ഇബ്നു ഉമർ, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ നോക്കുമ്പോ അതാ കാണുകയാണ് ആരെ? റജുലൻ യമനിയൻ യതൂഫു ബിൽ ബൈത്തി ഹമല ഉമ്മഹു വറാഅ വഹരി. ഒരുമ്മയെ മുതുകത്തെടുത്ത് വെച്ചിട്ട് ഒരാൾ തവാഫ് ചെയ്യുകയാണ്, കഅബാലയത്തെ തവാഫ് ചെയ്യുകയാണ്. ആരെയാ മുതുകത്തെടുത്ത് വെച്ചത്? ആരെയാണ്? സ്വന്തം തോളിൽ ഉമ്മയെ എടുത്ത് വെച്ചിട്ട് ഒരാൾ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇന്നി ലഹാ ബഈറുഹൽ മുദല്ലൽ, ഞാൻ എന്റെ ഉമ്മയുടെ കഴുതയാണ്, എന്റെ ഉമ്മയെ ചുമക്കുന്ന കഴുതയാണ് ഞാൻ, എന്റെ മുതുകത്തെന്റെ ഉമ്മയുണ്ട്, ആ ഉമ്മയെ ചുമക്കുന്ന കഴുതയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, ഇത് ചെയ്താൽ നീ നിന്റെ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിച്ചവനായി എന്ന് നീ വിചാരിക്കുന്നോ? ഇല്ല. നിന്റെ ഉമ്മയുടെ മുന്നിൽ നീ ഒരു കഴുതയായി നിന്റെ മുതുകത്ത് ഉമ്മയെ ചുമന്നു നടന്നാലും നീ നിന്റെ ഉമ്മയോട് നിർവഹിച്ച ബാധ്യത പൂർത്തിയായവനാവുകയില്ല എന്ന് മുൻഗാമികൾ മനസ്സിലാക്കി ഉപദേശിക്കുന്നുവെങ്കിൽ മാന്യ സഹോദരങ്ങളെ, നമുക്കെന്ത് യോഗ്യതയുണ്ട്? നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, അവരോട് ചെയ്യേണ്ട, അവരോട് കാണിക്കേണ്ട ബാധ്യത മാന്യ സഹോദരങ്ങൾ നമ്മൾ കാണിച്ചുവോ? അവരോടുള്ള ഉത്തരവാദിത്വം നാം കാണിച്ചുവോ? എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മനസ്സിലാക്കണം മനുഷ്യരെ, അനിഷ്കുർലി വലിവാലിദൈക്, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം, നിങ്ങളുടെ മാതാപിതാക്കൾക്കും നിങ്ങളെ നന്ദി കാണിക്കണം. മാതാപിതാക്കൾക്കും നന്ദി കാണിക്കണം. കാരണം നിന്റെ ഉമ്മയും നിന്റെ ഉപ്പയും നിനക്ക് വേണ്ടി അത്രയും പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, നബിയെ, മൻ അഹഖുൻ നാസ് ബിഹുസ്നി സ്വഹാബതി, ദുനിയാവിൽ ഞാൻ ഏറ്റവും അധികം നന്നായി സഹവസിക്കേണ്ടത് ആരോടാണ്? ഏറ്റവും നന്നായി ഇടപെടേണ്ടത് ആരോടാണ് നബിയെ? ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഉമ്മുഖ്, നിന്റെ ഉമ്മയോട്. ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കേണ്ടത് നിന്റെ ഉമ്മയോട്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിന്ത വരുന്നുണ്ടല്ലേ? ചില ആളുകൾ തല പൊക്കിടുന്നില്ല. കാരണം എന്താ? ഉമ്മ എന്ന് കേൾക്കുമ്പോ ആ ഉമ്മയെ സ്നേഹം കൊണ്ട് ഏറ്റെടുക്കാൻ കഴിയാത്ത മക്കൾ ഇന്നുണ്ട്. എന്നെ ഉമ്മ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറയുന്ന മക്കളുണ്ട്. എന്റെ ഭാര്യ ഉമ്മ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് പറയുന്ന മക്കളുണ്ട്. മനസ്സിലാക്കണം, അതായിരിക്കും നിങ്ങളുടെ കൽബിലേക്ക് വരുന്നതല്ലേ? ഉമ്മയെ കുറിച്ച് പറയുമ്പോ ഭാര്യ ദ്രോഹിച്ച ഉമ്മ, എന്നെ വേദനിപ്പിച്ച ഉമ്മ, എന്നെ വഴക്ക് പറഞ്ഞ ഉമ്മ, അതാണ് എന്റെ മനസ്സിലേക്ക് വന്നതല്ലേ? അല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് പറയാൻ, നിന്റെ ഉമ്മ നിന്നെ കഷ്ടമായി മുറിച്ചാലും അവരോടെതിരെ പറയാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ശരീരത്തിൽ നിന്ന് ഇറച്ചികൾ അവർ പറിച്ചെടുത്താലും ഇല്ല, അവർക്കെതിരെ ചെയ്യാൻ നിനക്ക് അവകാശമില്ല. ഏക്കുൽ വാലിദൈൻ, മാതാപിതാക്കൾക്കെതിരെ ചെയ്യാൻ നിനക്ക് അവകാശമില്ല. നിന്റെ ഭാര്യയെ രണ്ടു വഴക്ക് പറഞ്ഞു ഉമ്മ, അല്ലേ? അതിന് നിന്റെ ഉമ്മയെ നീ ശകാരിച്ചു, നിന്റെ ഉമ്മയോട് നീ കയർത്തു, നിന്റെ ഉമ്മയോട് നീ ശബ്ദമുയർത്തി സംസാരിച്ചു, നിന്റെ ഉമ്മയുടെ നേരെ അവരോട് വളരെ ശക്തമായി അവരുടെ മനസ്സ് നൊമ്പരപ്പെടുത്തി സംസാരിച്ചു. എങ്കിൽ മാപ്പ് പറഞ്ഞോ? പോയി കാലിൽ വീണവരോട് കരഞ്ഞ് മാപ്പ് പറഞ്ഞോ? കാരണം അവരുടെ തൃപ്തിയില്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കില്ല മോനെ. അവരുടെ തൃപ്തിയില്ലാതെ അള്ളാഹുവിന്റെ തൃപ്തി നിനക്ക് കിട്ടില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ദുനിയാവിലെ ഏറ്റവും അധികം ബന്ധം ഉമ്മയോടാണ്. എന്റെ ബാധ്യത, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലിയ ബാധ്യത, ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ബാധ്യത, ഏറ്റവും നല്ല നിലക്ക് നിങ്ങൾ സഹവസിക്കേണ്ടത് അതേ നിന്റെ ഉമ്മയോടാണ്. വീണ്ടും അയാൾ ചോദിച്ചു, സുമ്മ മൻ യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാണ്? ഉമ്മുക്, നിന്റെ ഉമ്മയോട് തന്നെ. വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യു യാ റസൂലല്ലാഹ്, പിന്നെ ആരോടാ നബിയെ? ഉമ്മുക്, നിന്റെ ഉമ്മയോട് തന്നെ. മൂന്ന് വട്ടം പറഞ്ഞു, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്, നിന്റെ ഉമ്മയോട്. അത് കഴിഞ്ഞിട്ടാ ബാക്കി. അത് കഴിഞ്ഞിട്ടേ പിന്നെ ഭാര്യയുള്ളൂ, അത് കഴിഞ്ഞിട്ടേ പിന്നെ മക്കളുള്ളൂ, അത് കഴിഞ്ഞിട്ടേ പിന്നെ കൂട്ടുകാരുള്ളൂ, അത് കഴിഞ്ഞിട്ടേ പിന്നെ സ്നേഹിതന്മാരുള്ളൂ. ഉമ്മുക്, നിന്റെ ഉമ്മയോട്. സുമ്മ അയ്യു യാ റസൂലല്ലാഹ്, പിന്നെ ആരോട് നബിയെ? അത് പിന്നെ അബൂഖ്, നിന്റെ ഉപ്പയോട്. ഉമ്മ കഴിഞ്ഞാൽ പിന്നെ ഉപ്പ, ആ ഉപ്പയോടുള്ള ബാധ്യതയാണ്.
പിന്നെ നിനക്ക് നിർവഹിക്കാനുള്ളത്. ഈ ലോകത്തൊരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ, ഏറ്റവും അഫ്ളലായ അമലെന്താ? അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹി തആല. അല്ലാഹുവിന് ഇഷ്ടമുള്ള, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ്? നബിയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്താണ് നബിയേ? ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, അസ്സലാത്തു ലിവഖ്തിഹാ, റബ്ബിനോടുള്ള ബാധ്യത, നമസ്കാരം അതിന്റെ വഖത്തിൽ നിർവഹിക്കലാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണത്. നമസ്കാരത്തിന് സമയമായാൽ അതിന്റെ സമയത്ത് നിർവഹിക്കൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ്. ഈ വന്നാൾ ചോദിക്കുകയാണ്, സുമ്മ അയ്യുൻ, പിന്നെ എന്താണ്? നബി പറഞ്ഞു, ബിർറുൽ വാലിദൈൻ. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യലാണ്. ഈ വന്നാൾ പിന്നെയും ചോദിച്ചു, സുമ്മ അയ്യുൻ, പിന്നെ എന്താണ് നബിയെ? അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരം. അതിനു മുമ്പ് അല്ലാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിലെത്തി ഇറങ്ങി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ അല്ലാഹുവിന് ഇഷ്ടമുള്ള അമലാണ് നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യുക എന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അടുക്കലേക്ക് ഒരിക്കൽ മുആവിയത്ത് ഇബ്നു ജാഹിമത്തു സുലമി എന്ന് പറയുന്ന ഒരാൾ വന്നു. അദ്ദേഹം വന്നിട്ട് ചോദിക്കുകയാണ്, അത്തൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ചിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു അറത്തുൽ ജിഹാദ മഅക് അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഇഷ്ടപ്പെടുന്ന നബിയെ, ഞാൻ കൊതിക്കുന്ന നബിയെ, അബ്തഗി അറത്തുൽ ജിഹാദ മഅക, താങ്കളോടൊപ്പം നിന്നിട്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ. ലോകത്ത് കിട്ടുന്ന വലിയ സൗഭാഗ്യം അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിന്നിട്ട് യുദ്ധം ചെയ്യണം, ജിഹാദിന് പോകണം, ധർമ്മസമരത്തിൽ ഏർപ്പെടണം. അതുകൊണ്ട് ഞാൻ ദുനിയാവിൽ ആഖിറത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തെയും സ്വർഗത്തെയും അള്ളാഹുവിന്റെ പ്രതിഫലത്തെയുമാണ് ഞാൻ കൊതിക്കുന്നത്. അള്ളാഹുവിന്റെ ആ വജ്ഹിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് സ്വർഗം വേണമെന്നാണ് ഞാൻ കൊതിക്കുന്നത്. അതിനുവേണ്ടി അങ്ങയോടൊപ്പം നിന്നിട്ട് ജിഹാദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നബി. ആ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൈഹക് അഹയ്യത്തുൻ ഉമ്മുക്, അഹയ്യത്തുൻ ഉമ്മുക്, നിനക്ക് നാശം, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിനക്ക് ഉമ്മയുണ്ടോ? അയാൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ഉണ്ട് നബിയെ, എനിക്ക് ഉമ്മയുണ്ട്. ഇർജി ഫബർറഹ, പോയി അവിടെ ചെന്ന് ആ മാതാപിതാക്കൾക്ക്, ആ ഉമ്മക്ക് നന്മ ചെയ്തു കൊടുക്ക്, ആ ഉമ്മക്ക് നന്മ ചെയ്തു കൊടുക്ക്. അല്ലാഹുവിന്റെ റസൂൽ പറയാൻ, ഉമ്മക്ക് നന്മ ചെയ്യും. ഇയാൾ പോയി. കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെയും അയാൾ മടങ്ങി വന്നു. മറ്റൊരു അവസരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ മടങ്ങി വന്നു. വീണ്ടും ഇയാൾ പറയാൻ, യാ റസൂലല്ലാഹ് ഇന്നി കുന്തു അറത്തുൽ ജിഹാദ മഅക് അബ്തഗി ബിദാലിക വജ്ഹല്ലാഹി വദ്ദാറൽ ആഖിറ. നബിയെ, അങ്ങയോടൊപ്പം എനിക്ക് യുദ്ധം ചെയ്യണം. ആദ്യം പറഞ്ഞു വിട്ടിട്ട് പിന്നെ കുറെ കാലം കഴിഞ്ഞ് വന്നതാ പിന്നെയും, എനിക്ക് ജിഹാദ് ചെയ്യണം, രണാങ്കണത്തിൽ ഇറങ്ങണം. ആ സന്ദർഭത്തിൽ വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, അല്ലാഹുവിന്റെ പ്രതിഫലമാണോ നീ ആഗ്രഹിക്കുന്നത്? അതെ. സ്വർഗമാണോ നീ കൊതിക്കുന്നത്? അതെ. അഹയ്യത്തുൻ ഉമ്മുക്, നിന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, ഉണ്ട് നബിയെ. നഅം യാ റസൂലല്ലാഹ് ഫർജി ഇലൈഹാ ഫബർറഹ, മടങ്ങിക്കോ, 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 അവിടെ ഉമ്മയുടെ അടുക്കൽ പോയി സ്വർഗം വാങ്ങിക്കോ, അവിടെ ഉണ്ട്. ആ ഉമ്മക്ക് പോയി നന്മ ചെയ്തു കൊടുത്തോ. രണ്ടാമതും മടക്കി വെച്ചു. മൂന്നാമതും ഈ മനുഷ്യൻ മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഖിദ്മത്ത് ചെയ്തു, അങ്ങയോടൊപ്പം ജിഹാദിന് വരണം നബിയെ, യുദ്ധത്തിന് വരണം നബിയെ, സ്വർഗം വേണം നബിയെ, അതുപോലെ അല്ലാഹുവിന്റെ വജ്ഹ് വേണം നബിയെ. വീണ്ടും ഇയാളോട് നബി ചോദിച്ചു, അഹയ്യത്തുൻ ഉമ്മുക്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അയാൾ പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്. നബി പറഞ്ഞു, വൈഹക് ഇൽസം റിജ്ലഹാ ഫതമ്മൽ ജന്ന, ഇൽസം റിജ്ലഹാ ഫതമ്മൽ ജന്ന, അവരെ കാൽ പിടിച്ചോ, ആ കാലിൽ പിടിച്ചോ, ആ ഉമ്മയുടെ കാലിൽ വീണോ, ആ ഉമ്മയുടെ കാലിൽ പിടിച്ചോ, സ്വർഗം അവിടെയുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മൾ സ്വർഗം വാങ്ങാൻ ഇറങ്ങിയതാണ് നാട്ടിൽ, അല്ലെ? മുദ്രാവാക്യം വിളിച്ച് സ്വർഗം വാങ്ങാൻ ഇറങ്ങിയ മനുഷ്യർ, ഉമ്മയെ അകറ്റി നിർത്തിയിട്ട് സ്വർഗം വാങ്ങാൻ ഇറങ്ങിയ മനുഷ്യർ, അല്ലേ?
ഉപ്പയെ അകറ്റി നിർത്തിയിട്ട് സ്വർഗം വാങ്ങാൻ ഇറങ്ങിയ മനുഷ്യർ അല്ലേ? പണം കൊടുത്ത് സ്വർഗം വാങ്ങാൻ ഇറങ്ങിയ മനുഷ്യർ അല്ലേ? നമ്മൾ അങ്ങനെ ഇറങ്ങിയത് നാട്ടിൽ പണം വാരി വിതറി സ്വർഗം വാങ്ങാൻ ഇറങ്ങിയ മനുഷ്യർ. ഉപ്പ വീട്ടിലുണ്ടോ? ഉമ്മ വീട്ടിലുണ്ടോ? അവിടുന്ന് വരണം സ്വർഗം, അവിടുന്ന് വരണം സ്വർഗം. ആ വഴി കിട്ടണം സ്വർഗം. മാന്യ സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ഈ വിഷയം എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഈ സമയത്ത് പ്രത്യേകിച്ച് ഞാനിത് ഈ വിഷയം പറയാനുള്ള കാരണം എന്റെ മുന്നിൽ ഇരിക്കുന്ന മക്കളെ കണ്ടുകൊണ്ടാണ്. എന്റെ മുന്നിലിരിക്കുന്ന ചെറിയ മക്കളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. പ്രായമുള്ള ആളുകൾ ഒരുപാട് കേട്ടതാണ്. അവരുടെ ബാധ്യത അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ഉമ്മയുടെ മടിത്തട്ടിൽ കിടന്നു വളർന്ന് വലുതായി ഇപ്പോൾ ഉമ്മ അവരുടെ മുന്നിൽ ഒരു കുഞ്ഞായി ചെന്നിരിക്കുന്നു, ഒരു കുട്ടിയായി ചെന്നിരിക്കുന്നു. അത് അള്ളാഹു ഏർപ്പെടുത്തിയ പരീക്ഷണം അല്ലേ? ഒരു കാലത്ത് നമ്മളെ കുഞ്ഞാക്കിയിട്ട് അള്ളാഹു അവരുടെ മടിയിൽ വെച്ചു കൊടുത്തു. അന്നവരെ നമ്മളെ സ്നേഹിച്ചു, നമുക്കവർ ചുംബനം തന്നു, നമുക്കവരെ പാലൂട്ടി. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് അവർ ആശങ്കാകുലരായി, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർ ആശങ്കാകുലരായി, നമ്മുടെ ആഹാരത്തെക്കുറിച്ച് ഓർത്തവരെ വിഷമിച്ചു, കണ്ണീരൊലിപ്പിച്ചു, കഷ്ടപ്പെട്ടു, പണിയെടുത്തു, അധ്വാനിച്ച് നമ്മളെ വളർത്തി. നമ്മൾ വലുതായപ്പോ ആ ഉമ്മയെയും ഉപ്പയെയും അള്ളാഹു ഒരു കുഞ്ഞിനെ പോലെയാക്കി നമ്മുടെ മടിയിൽ വെച്ച് തന്നു. നീ എന്ത് ചെയ്യും ആ ഉമ്മയെ? നിനക്കുമ്മ എന്ന് വളർത്തിയ ഉമ്മയെ, നിനക്ക് വേണ്ടി കണ്ണീരൊഴുക്കി നിനക്ക് വേണ്ടി പ്രയാസം സഹിച്ച് നിന്നെ വളർത്തിയ നിന്റെ ഉപ്പയെ നീ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയാൻ ഒരു കുട്ടിയെ പോലെ അള്ളാഹു ഒരാക്കിയിട്ട് നിന്റെ മടിയിൽ വെച്ച് തന്നു. നീ എങ്ങനെ തിരിച്ച് അവർക്ക് നന്ദി കാണിക്കുമെന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആ പരീക്ഷണം നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എന്റെ മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ സൗഭാഗ്യമാണ്, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ സൗഭാഗ്യമാണ്. ആ ഉമ്മയെ സന്തോഷിപ്പിക്കണം, ഉപ്പയെ സന്തോഷിപ്പിക്കണം. ആ ഉപ്പയോടും ഉമ്മയോടും ദുനിയാവിൽ ഏറ്റവും നല്ല പെരുമാറ്റം വേറെ ഒരാളോടും നിങ്ങൾ നൽകാത്ത വലിയ ഏറ്റവും നല്ല ആദരവ്, ഏറ്റവും നല്ല ബഹുമാനം ആ ഉപ്പക്കും ഉമ്മക്കും നൽകി ഉപ്പക്കും ഉമ്മക്കും ഇഷ്ടപ്പെട്ട മകനായി മകളായി വളരാൻ ശ്രമിക്കണം. അതായിരിക്കണം നമ്മുടെ ആഗ്രഹം. എന്റെ ഉപ്പയോട് ചോദിക്കാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോനാരാണ്? ആരെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം? എന്നെയാണ് എന്റെ ഉപ്പ ഇഷ്ടപ്പെടേണ്ടത് എന്ന ആഗ്രഹത്തോടെ, എന്റെ ഉമ്മ ഇഷ്ടപ്പെടേണ്ടതെന്ന ആഗ്രഹത്തോടെ. മാന്യ സഹോദരങ്ങളെ, ആ ഉപ്പയുടെയും ഉമ്മയുടെയും സ്നേഹത്തിന്, ആ ഉപ്പയുടെയും ഉമ്മയുടെയും ആ ബഹുമാനത്തിന്, ആദരവിന്, അവരുടെ കൽബിൽ നിന്ന് ലഭിക്കുന്ന, അവർ നമുക്ക് നൽകുന്ന ആദരവിന്, അതുപോലെ തന്നെ അവർ നമുക്ക് നൽകുന്ന തൃപ്തിക്ക് വേണ്ടി അധ്വാനിക്കാൻ, പണിയെടുക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ മാനിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ബാധ്യതകൾ നാം നിർവഹിക്കുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാം. വളരെ ഗൗരവത്തോടെ നാം മനസ്സിലാക്കുകയും ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വീഴ്ചകൾ നമ്മുടെ ഉപ്പയോടുള്ള പെരുമാറ്റത്തിൽ, ഉമ്മയോടുള്ള പെരുമാറ്റത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ, അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഇന്ന് ഖുതുബ കഴിഞ്ഞാൽ ഇന്നത്തെ ജോലി അതായിരിക്കണം എൻ്റെ സഹോദരൻ. ഇന്ന് ജുമാ കഴിഞ്ഞാൽ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉപ്പയോടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ, ഉമ്മയോടൊരു 10 മിനിറ്റ് സംസാരിക്കാൻ ഇന്നത്തെ ദിവസം അവർ ജീവിച്ചിരിക്കുന്ന മക്കളുണ്ടെങ്കിൽ മാറ്റിവെക്കണം. എന്നിട്ട് അവരോട് പറയണം, എന്റെ പെരുമാറ്റത്തിൽ, എന്റെ സംസാരത്തിൽ ഉപ്പ നിങ്ങളോട് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിൽ വേദനിക്കുന്നത് വന്നുപോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് തരണം. ഉമ്മയോട് പറയണം, എന്റെ പെരുമാറ്റത്തിൽ ഉമ്മ നിങ്ങൾക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ഒന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണമെന്ന് വളരെ സ്നേഹത്തോടെ അവരോട് പറയണം. മാന്യ സഹോദരൻ, ഒരുപക്ഷെ അവർ ചിലപ്പോൾ നമ്മളോട് ശകാരിച്ചെന്ന് വരാം, അല്ലെങ്കിൽ അവർ നമ്മളോട് ദേഷ്യപ്പെട്ടെന്ന് വരാം. നമ്മൾ തലകുനിച്ചിരിക്കണം അവരുടെ മുന്നിൽ. ഒന്നും സംസാരിക്കരുത്, കയർത്ത് സംസാരിക്കരുത്. ഒരുപക്ഷെ നമ്മുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ മനസ്സിൽ അവർ കൂട്ടിവെച്ച നൊമ്പരങ്ങൾ, വേദനകൾ നമ്മൾ ഇത് പറയുമ്പോൾ അവർ പ്രകടിപ്പിച്ചെന്ന് വരാം. സംസാരിക്കരുത്, തിരിച്ചു സംസാരിക്കരുത്. ആ ഉമ്മക്ക് മുന്നിൽ തലകുനിച്ചിരുന്നു കൊടുക്കണം. നിശ്ചയമായും ആ ഉമ്മയുടെ കൽബ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടാവും, ആ ഉമ്മയുടെ മനസ്സ് നിങ്ങളെ തലോടുന്നുണ്ടാകും, ആ ഉമ്മയുടെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഉപ്പയോടും ഉമ്മയോടുമുള്ള ബാധ്യത നിർവഹിക്കാൻ മാന്യ സഹോദരങ്ങൾ തയ്യാറാകണം എന്ന് ഒരിക്കൽ കൂടി എന്നോടും എന്റെ സഹോദരങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അത്തരത്തിൽ നല്ലവരായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അല്ലാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മാന്യ സഹോദരങ്ങളെ സൂചിപ്പിക്കാൻ